ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിന് പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. പ്രേക്ഷകരായ നമുക്ക് ഒരുപാട് ആശ്വാസം, സന്തോഷം നൽകുന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് നാളത്തെ ഗൗതമിൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും ഒക്കെ കഥ വരുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമോ വിശേഷത്തിൽ, വീക്കിലി പ്രമോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഭവം തന്നെയാണ്. ഗൗതം സത്യങ്ങൾ തിരിച്ചറിയുന്നു. നന്ദയുടെ കുഞ്ഞ് ഗൗരി തൻ്റെ കുഞ്ഞാണ്, തൻ്റെ രക്തത്തിലുള്ള കുഞ്ഞാണ് എന്ന് തിരിച്ചറിയുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അത് പറയുന്നത് വേറെ ആരുമല്ല, ഇതുവരെയും ഗൗതം തെറ്റിദ്ധരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഗൗരിയുടെ അച്ഛനാണ് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നിർമ്മലിൽ നിന്നാണ് ആ സത്യം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗൗതം ഇത് ആദ്യം വിശ്വസിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പ്രമോ വിശേഷത്തിൽ കാണുന്നത് ഈ കോളിംഗ് ബെല്ലടിച്ച് ഇന്ത്യപുരത്ത് വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മോഹിനി വില്ലിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണല്ലോ. എന്തായാലും ദത്തെടുത്ത കുഞ്ഞിനല്ല ഇവിടെ കൂടുതൽ അവകാശം, മറിച്ച് എൻ്റെ മോനായ അരുണിൽ നിന്നുണ്ടായ പവിത്രയ്ക്കുണ്ടാകുന്ന കുഞ്ഞിനായിരിക്കും ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശി എന്ന് പറഞ്ഞ് വില്ലിച്ച് നിൽക്കുമ്പോഴാണ് മര്യാദയില്ലാത്ത രീതിയിൽ പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൗതം ചെന്ന് തുറന്നു നോക്കാൻ വേണ്ടി ചെല്ലുന്നത് തന്നെ കഥക് ചവിട്ടിപ്പൊളിച്ച് വരികയാണ്. നമ്മുടെ നിർമ്മൽ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോവുകയാണ്. ഇതെന്താണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണല്ലോ മുൻപിൽ നിൽക്കുന്നത്. എന്തായാലും നിർമ്മൽ നല്ലപോലെ മദ്യപിച്ച് നല്ല കാലിൽ കയ്യിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കഥകും തല്ലിപ്പൊളിച്ച് കയറി വരുന്നത്. എന്തായാലും ആർക്കും ധൈര്യം ഉണ്ടാകാത്ത ധൈര്യമാണ് നിർമ്മൽ അവിടെ നാളത്തെ ദിവസം പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഗൗതമിനെ കണ്ടപ്പോൾ തന്നെ ഒരു പൊട്ടിച്ചിരിയോടുകൂടി നിർമ്മൽ അകത്തേക്ക് കയറി. അപ്പോൾ പെട്ടെന്ന് ഗൗതം നിർമ്മലെ തടയുക. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ച് തടയുക കേട്ടോ. അപ്പോൾ നിർമ്മൽ ഒരു വളരെ അട്ടഹാസത്തോടു കൂടി, ഗൗതമിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു അട്ടഹാസത്തോടു കൂടി പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. നിർമ്മൽ നല്ലവണ്ണം മദ്യപിച്ചാണ് വരുന്നത്. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാവരും ചാടി എണീക്കുക കേട്ടോ. എണീറ്റ് എന്തിനുള്ള പുറപ്പാടാണ് നിർമ്മലിൻ്റെത് എന്ന് ഒരു വ്യക്തിപരാക്യം തീർക്കുവാനോ അല്ലെങ്കിൽ മുൻപൊഴുന്ന് ഇറക്കി വിട്ടതാണ് ഇന്ത്യവത്ത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരാക്യം തീർക്കുവാനോ അല്ലെങ്കിൽ അക്രമം നടത്തുവാനായിരിക്കും എന്നൊക്കെ ഓർത്തായിരിക്കും എല്ലാവരും ചാടി എണീക്കുന്നത്. അപ്പം പിങ്കിയും പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് നിർമ്മലിനെ കണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും സ്തംഭിച്ച് നിൽക്കുമ്പോൾ നിർമ്മൽ ഈ പെട്ടെന്ന് അകത്തേക്ക് എല്ലാവരും കൂടിയാലോചനകളൊക്കെ ആണല്ലോ, എന്താണ് ഇന്നത്തെ വിഷയം എന്നൊക്കെ ചോദിച്ച് കളിയാക്കിക്കൊണ്ട് വരിക. ആ സമയത്തും ഗൗതം പെട്ടെന്ന് നിർമ്മലിനെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറക്കി വിടുക. നമ്മുടെ ഗൗതമനിപ്പം നിർമ്മലിനെ കാണുന്നത് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണല്ലോ. എന്തായാലും ദേഷ്യപ്പെട്ട് വലിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ ഗൗതമിനെ തട്ടി മാറ്റിയിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിർമ്മൽ എല്ലാവരും ഇരിക്കുന്ന അരുന്ധതിയും അതുപോലെ മഹാദേവനൊക്കെ ഇരിക്കുന്ന എല്ലാവരുടെയും ആ സെറ്റിയുടെ മുകളിൽ കയറി അല്ലെങ്കിൽ സെറ്റിയിൽ വന്ന് ഇരിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചാടി എണീറ്റ് പറയും, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുക. എന്ത് കാര്യം? നിന്റെ ഒരു കാര്യം ഇവിടെ കേൾക്കണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി നിർമ്മലിനെ ഇറക്കി വിടുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പിങ്കിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നത്. നിർമ്മൽ എന്താണ് എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിർമ്മൽ വന്നിരിക്കുന്നത്. വെറും മദ്യപിച്ച് വന്നവനല്ല, മറിച്ച് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായി. അപ്പം പിങ്കി പഞ്ചപുച്ഛ മടക്കി മിണ്ടാൻ നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഗൗതം അതുപോലെ ഇവരെ തടയാൻ ശ്രമിക്കുന്ന, നിർമ്മലിനെ തടയാൻ ശ്രമിക്കുന്ന, അതിനിടയ്ക്ക് നമ്മുടെ മഹാദേവൻ ഇവരൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് പറയുവാനുള്ളത് പിന്നെ പറയാം, ഇപ്പം ഞങ്ങൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അതൊന്നും നിർമ്മലിൻ്റെ വിഷയമല്ല. നിർമ്മൽ ഒരു അട്ടഹാസത്തോടു കൂടി എല്ലാവരെയും കളിയാക്കുന്ന രീതിയിൽ തനിക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് എതിരെ പോലും അട്ടഹാസത്തോടും ചിരിയോടും പുച്ഛത്തോടും കൂടി സംസാരിക്കാൻ നിൽക്കുന്ന നിർമ്മലിനെയാണ് കാണുന്നത്. ഒടുവിൽ ആ സെറ്റിയുടെ മണ്ടയിൽ കയറി എല്ലാവരെക്കാൾ ഉയരത്തിൽ കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഗൗതം വന്ന് തൻ്റെ നിയന്ത്രണം ഫുള്ളായിട്ട് വിടുകയാണ് ഗൗതമിൻ്റെ. അങ്ങനെ നിർമ്മൽ ചാടി എണീറ്റ് നിർമ്മലിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയും അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ്. വലിച്ചുകൊണ്ട് പോയി അപ്പം തട്ടി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് നിർമ്മൽ. പക്ഷെങ്കിൽ ഗൗതമിൻ്റെ അവസാനത്തെ പിടുത്തം നിർമ്മലിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഗൗതം വലിച്ചു ചാടിച്ചുകൊണ്ട് അപ്പം അരുന്ധതിയും പറയുന്നുണ്ട്, അടിച്ചിറക്കി വിടറ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഗൗതം രണ്ടും കൽപ്പിച്ച് വലിച്ചിറക്കിക്കൊണ്ട് ആ വെടിയിലേക്ക് കൊണ്ട് തള്ളുക. അപ്പം പെട്ടെന്ന് പുറം തല്ലി വീഴുന്ന നമ്മുടെ നിർമ്മലിനെ കാണുക. നിർമ്മൽ വീട് ആ സമയത്ത് നമുക്ക് വളരെ സഹതാപം തോന്നുന്ന ഒരു അനുഭവം കേട്ടോ. അപ്പം നിർമ്മൽ പെട്ടെന്ന്
അന്ന് ഗൗതം കഥകടച്ച് പോകാൻ തുടങ്ങുമ്പോൾ നിർമ്മൽ ശബ്ദിക്കുകയാണോ, നിർമ്മൽ പറയുകയാണ്, നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയുവാനുള്ള കാര്യം നിങ്ങളാണ് കേൾക്കേണ്ടത് എന്ന് ഗൗതമനോട് പറയാം. അപ്പം ഗൗതം പെട്ടെന്ന് നിൽക്കുകയാണ്. അപ്പം പറയുന്ന നിന്റെ ഒരു കാര്യം ഞങ്ങൾ കേൾക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം നിർമ്മൽ പറയാണ്, ഇല്ല, ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഗൗതമന്റെ മനസ്സിൽ എന്തോ കൊള്ളുന്നത് പോലെ തോന്നുക. അങ്ങനെ പെട്ടെന്ന് നിർമ്മലിന്റെ അടുക്കിലേക്ക് ഗൗതം ചെല്ലുക. നിനക്ക് എന്താ പറയുവാനുള്ള, പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയുക. അപ്പോൾ എന്തായാലും നിർമ്മലിന് എന്തോ പറയുവാനുണ്ട് എന്ന് ഗൗതമന് മനസ്സിലായി. ആ നിർമ്മലിന്റെ സംസാരത്തിൽ നിന്ന് എന്തോ മനസ്സിലായി. ഒടുവിൽ നിർമ്മൽ ചാടി എണീറ്റ് കൈയും കാലൊക്കെ തൂത്ത് വളരെ വേദനയുണ്ടായി, പുറകോട്ടും മലമരിച്ചു വീഴുന്ന ഒരു അനുഭവമാണ്. എണീറ്റ് പറയാണ്, എന്തായാലും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ നിന്നതിന് ശേഷം നിർമ്മൽ ആ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ശ്രമിക്കുക. അപ്പം മുഖവരിയിടാതെ നീ കാര്യം പറ, എന്താണ് നിനക്ക് പറയുവാനുള്ളത് എന്ന് പറയുകയാണ്. അപ്പം ഗൗതമോർത്ത് എന്തോലും പൊട്ടത്തരം പറഞ്ഞിട്ട് പോകുവാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് പോകാനായിരിക്കും, എന്നാൽ അത് കേട്ടിട്ടെങ്കിലും ഈ ശല്യം ഒഴിവാകട്ടെ എന്ന് ഗൗതമും തീരുമാനിച്ചു. അപ്പോഴാണ് നന്ദയുടെ കാര്യം എടുത്തിരിക്കുകയാണ്. അപ്പം നന്ദയുടെ കാര്യം എടുത്തിടുമ്പോൾ തന്നെ ഗൗതം പറയുന്നത്, ഈ കാര്യമാണെങ്കിൽ എന്നോട് മിണ്ടണ്ട, ഞാൻ ഒരിക്കലും നിന്നോട് ചോദിച്ച കാര്യങ്ങളാണ്, പക്ഷെങ്കിൽ ഇനി അവളെക്കുറിച്ച് യാതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് കേൾക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയാണ്. അപ്പോൾ നിർമ്മല പറയാം, ഇല്ല, നിങ്ങളാണ് കേൾക്കേണ്ടത്. ഈ ലോകത്ത് ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ, നന്ദയെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഉണ്ടെങ്കിൽ അത് ഗൗതമേട്ടൻ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗൗതം നിർമ്മലിന് ചെവി കൊടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് ഈ പടിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ നന്ദനെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ഗൗതം പെട്ടെന്ന് ആ പഴയ കാര്യം ഓർക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെയുമായിട്ട് നന്ദ പുറത്തിറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ തൻ്റെ ബാഗ് വലിച്ചെറിയുന്ന ഭാഗങ്ങളൊക്കെ ഗൗതം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ആ പോക്ക് നന്ദ പോയത് വെറും കൈയോട് കൂടിയല്ല, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് പോയത്, പക്ഷെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് മാത്രമല്ല നന്ദ ഈ പടി ഇറങ്ങിയത് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോയാണോ, എന്താണ് നീ പറയുന്നത് നിർമ്മൽ എന്ന് ചോദിക്കുക. അപ്പം നിർമ്മൽ, നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുക. ആ സമയത്ത് പറയാണ്, നന്ദ ഇവിടുന്ന് പടിയിറങ്ങിപ്പോകുമ്പോൾ, നിങ്ങളുടെ ആ പിങ്കിക്കുണ്ടായ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങിപ്പോകുമ്പോൾ അവളുടെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോവുകയാണ്. ഇവൻ എന്താണ് ഈ പറയുന്നത്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഡോക്ടർമാർ പോലും വിധി എഴുതിയ ഒരു സാഹചര്യമാണ് നന്ദയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ പിങ്കിയിലൂടെ കുഞ്ഞിനെ നന്ദയുടെ ഗൗതമിനെ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ പെട്ടെന്ന് നിർമ്മൽ ആ സമയത്ത് അങ്ങനെ പറയുമ്പോൾ ഗൗതം വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. അപ്പം നിർമ്മലിന് നേരെ ഗൗതം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നിർമ്മലിന് നേരെ നിൽക്കുക. അപ്പം പറയാണ്, അല്ല, സത്യമാണ്, ഇത് കാര്യമാണ്. ഇപ്പോൾ ആ കുഞ്ഞാണ് നിങ്ങളുടെ മുൻപിൽ വന്ന് എന്നെ ദത്തെടുക്കാവോ എന്ന് ചോദിച്ച ഗൗരി എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശരീരമാസകലം വിറച്ചു നിൽക്കുന്ന ഗൗതമിനെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് നിർമ്മൽ കാര്യങ്ങൾ പറയുകയാണ്. നന്ദ ഇവിടുന്ന് പോകുമ്പോൾ അപകടമുണ്ടായി, അപകടത്തിന് ശേഷം രക്ഷപ്പെടുകയും അങ്ങനെ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് നന്ദ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിയുന്നത് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ഗൗതം പറയാണ്, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിർമ്മല പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കേണ്ട സ്ഥലത്ത് അന്വേഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഗൗരി എന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങളുടെ സ്വന്തം രക്തമാണ്. ഇന്നലെ ദത്തെടുക്കാവോ എന്ന് പൊതുജനങ്ങളുടെ മധ്യയിൽ നിന്ന് അവൾ കെഞ്ചി പറഞ്ഞപ്പോൾ ഞാനും ഒരു അച്ഛനില്ലാതെ ജീവിച്ചത് വളർന്നുകൊണ്ട് എനിക്കതിന് വേദന അറിയാം. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചത്. നന്ദ അത് സ്ട്രിക്റ്റായിട്ട് എന്നോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു, ഒരു കാരണവശാലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും വേണ്ടാത്ത ഗൗതമിനെ വേണ്ട, അതുകൊണ്ട് ഗൗതം ഈ കാര്യം അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ ഈ സത്യം മറച്ചു വെച്ചത്. പക്ഷെങ്കിൽ ഇനി അത് പാടില്ല. ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് ചങ്ക് പൊട്ടുകയാണ്. അതുകൊണ്ടാണ് ഇനി ആ ഒരു കുഞ്ഞും അച്ഛനുണ്ടായിട്ടും ഇല്ലാത്തവനെ പോലെ ജീവിക്കുവാൻ ജീവിക്കുവാൻ പാടില്ല എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യം പറയുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നിർമ്മൽ നിന്ന് കേട്ട സത്യം കേട്ട് ഗൗതം പൊട്ടിക്കരയുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. പെട്ടെന്ന് നിർമ്മൽ അവിടുന്ന് പോകുന്നു. ഗൗതം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയും പെട്ടെന്ന് അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുമാണ്, എന്തിനാണ് വന്നത്, എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്
എന്തുവാ ഒരു ആളുകളുടെ മുൻപിൽ സംസാരിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് ഗൗതം തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്. അപ്പോൾ തന്നെ പിങ്കിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്, ഗൗതമിനോട് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം, തൻ്റെ ജീവിതത്തെ കുലുക്കുന്ന എന്തോ സത്യമാണ് നിർമ്മൽ പറഞ്ഞത് എന്ന് പിങ്കിക്ക് മനസ്സിലായി. എന്തായാലും എല്ലാവരും ഇവനെന്ത് പറ്റി, ഇവനെന്താണ് ഈ സംഭവിച്ചത്, അവൻ എന്ത് പറഞ്ഞിട്ടാണ്, എന്ത് ചെയ്തിട്ടാണ് ഗൗതം മോൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഇന്ദീപരം തറവാട്ടിലെ കാർന്നവന്മാരെയും അരുന്ധതിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ സമയത്ത് പിങ്കി എന്തോ ആലോചിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് നിർമ്മൽ ഒരു പ്രാവശ്യം വന്ന് അരുണിനോട് ഈ സത്യം പറഞ്ഞത് അരുണും പെട്ടെന്ന് മനസ്സിൽ ഓർത്തെടുക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയം നമുക്ക് കാണുന്നത്. അതിനുശേഷം കാണുന്ന നമ്മുടെ നന്ദ ശാന്തിപുരത്തേക്ക് മടങ്ങിപ്പോകുന്നൊരു ഭാഗമാണ്. എന്തായാലും ഇവിടുത്തെ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൗരിയുമായിട്ട് നേരെ ബസ് കയറി ഒരു അങ്ങോട്ടുള്ളൊരു ബസ്സിന്, അല്ലെങ്കിൽ ശാന്തിപുരത്തേക്കുള്ളൊരു ബസ്സിന് പോകുവാൻ യാത്ര തിരിക്കുവാൻ വേണ്ടി വാഹനത്തിൽ കയറുന്നു. അങ്ങനെ നല്ലൊരു സീറ്റിൽ കയറി ഇങ്ങനെ ഇരുന്ന് ഉറക്കത്തിലായിരിക്കുന്ന ഗൗരിയെ കൊഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് തഴുകിക്കൊണ്ടിരിക്കുന്ന നന്ദനെയാണ് കാണുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് ഈ ഒരു ഭാഗത്തോടു കൂടിയായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ആ നാട്ടിൽ നിന്ന് മറുനാട്ടിലെ തന്റെ സ്വന്തം നാടായ ഇപ്പൊ തന്റെ സ്വന്തം നാടായ ശാന്തിപുരത്തേക്ക് നന്ദ ഗൗരിയുമായിട്ട് മടങ്ങുന്നൊരു കാഴ്ച. എന്നാൽ നാളെ അതിനുശേഷമുള്ള ട്വിസ്റ്റാണ് ഏറ്റവും രസകരമാകുന്ന കാര്യം. നമ്മുടെ ഗൗതം നന്ദേനെയും തൻ്റെ കുഞ്ഞിനെയും അന്വേഷിച്ച് പുറപ്പെടുന്ന ഒരു ഭാഗവും നമുക്ക് കാണാൻ. അങ്ങനെ നാളത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം എന്തായാലും ഗൗതം സത്യം മനസ്സിലാക്കിയാണ് തൻ്റെ കുഞ്ഞാണ് ഗൗരിയെന്നും തൻ്റെ നന്ദേനെ ഇവിടെ ഇറക്കി വിടുമ്പോൾ തൻ്റെ കുഞ്ഞ് നന്ദയുടെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നും സത്യം മനസ്സിലാക്കുന്ന ഒരു ഭാഗമൊക്കെയാണ്. എന്തായാലും പ്രേക്ഷകരായി നമുക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. പിന്നെ നാളത്തെ റീൽ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.